ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു മട്ടത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇന്ന് ലീവാണ്, ഞാനും അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം ഏകദേശം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിച്ചൊരു തുടയ്ക്കുക, ക്ലീനിങ്, അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലല്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞു. പിന്നെ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി, ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. ഞായറാഴ്ചയാണ്, പൊതുവേ വീക്കെൻഡുകളിൽ ഇവിടെ ലേറ്റായിട്ടാണ് എണീക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേ മേലേന്ന് കുളിച്ചിട്ടാണ് ഞാൻ താഴത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് പണി അങ്ങനെ കഴിയുമല്ലോ. അപ്പം ഇനിയിപ്പം ഞാൻ ബാക്കിയൊക്കെ കവർ ചെയ്യാം. അപ്പുറത്തെ തൊടിയിലേ കാട് വെട്ടുണ്ട്. അപ്പോൾ ആ മെഷീൻ്റെ സൗണ്ട് കാരണം ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പം അമ്മ പുറത്തെ പണികളിലാണ്, ഞാൻ ഉള്ളിലാണ്. ഞാൻ ചോറ് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പേരി അടപ്പത്തുണ്ട്. അപ്പം ഏകദേശം രാവിലത്തെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് രാവിലെ മുതൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം മുതൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു ഓൾറെഡി. അപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിക്കും, ലോങ് വീഡിയോ ഇട് എന്ന് കുറേ പേര്. സ്പെഷ്യലി റീന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചി എപ്പോഴും വന്ന കമൻറ്റിൽ പറയാറുണ്ട്, രേഷ്മ ലോങ് വീഡിയോ ഇടുന്ന് പറഞ്ഞിട്ട്. ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഓരോ സാഹചര്യം കൊണ്ട് അങ്ങോട്ട് ഇടാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ലോങ് വീഡിയോസൊക്കെ ഉണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പം ഞാൻ ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ കൂടി കവർ ചെയ്യട്ടെ കേട്ടോ. ഇന്നിപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, നല്ല അന്തരീക്ഷമാണ്. ഇപ്പം സമയം ഒരു 10 മണി 10:15 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ നല്ല വെയിലാണ്. അപ്പോൾ അതേ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയറുപ്പേരി അടുപ്പത്താണല്ലോ, അപ്പോൾ അത് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണേ. അമ്മ അങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് പുറത്തേക്കട അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചീര കറി വയ്ക്കാനാണ് കേട്ടോ വിചാരിച്ചേക്കണേ. ചീരയും പരിപ്പും കൂടി തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ. ഇത് ഇംഗ്ലീഷ് ചീര, അതുപോലെ വേലിച്ചീര, അങ്ങനെയൊക്കെ പല പേരുകളാണ് കേട്ടോ പറയണത്. അവിടെയൊക്കെ എൻ്റെ വീട്ടിൻ്റെ അവിടെ അങ്ങടെയൊക്കെ ഇംഗ്ലീഷ് ചീര എന്ന് പറയും. ഇവിടെ തന്നെയാണ് കേട്ടോ പറയണത്. പക്ഷേ നല്ല രസമാണ് കേട്ടോ ആ ചീര വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് കേട്ടോ പുല്ല് മുറിക്കണേ. അവിടെ അപ്പുറത്തൊടിയിൽ ആ കാക്ക പുല്ല് വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ വലിച്ചു കൂട്ടിയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മഴയായതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വലിച്ചു കൂട്ടിയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തേങ്ങ എല്ലാം ഒരുപാടൊന്നുമില്ല, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു തെങ്ങിൻ്റെ മാത്രം തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം വൃശ്ചിക മാസമൊക്കെ ആവാറായല്ലോ. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയ്ക്ക് നല്ല ചിലവുണ്ടാവും. കാരണം ഇനി ഫുള്ളും നമ്മൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ, നോമ്പല്ലേ. അപ്പോൾ പച്ചക്കറി ആയതുകൊണ്ട് എല്ലാത്തിനും തേങ്ങ വേണം. സാമ്പാറിനും അവിയലിനും ഉപ്പേരിക്കും ഒക്കെ തേങ്ങ വേണം, ചായക്കടിക്കൊക്കെ തേങ്ങ വേണം. അപ്പോൾ അതുകൊണ്ട് തേങ്ങയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ചിലവുണ്ടാവും. ആദ്യം ഇട്ട തേങ്ങ കുറച്ച് 2-3 എണ്ണം കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് പോയപ്പം കുറച്ച് തേങ്ങ ഞാൻ വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നേരം നമ്മൾ 2 തെങ്ങിലെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പിന്നെ മറ്റേ തെങ്ങിൽ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ തേങ്ങ ഉണ്ട് താനും, പക്ഷെ ആ തേങ്ങ ഇടുന്ന ആൾ പറഞ്ഞു തേങ്ങ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഞാൻ വലിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ പറക്കിയിട്ടൊരു ചാക്കിനകത്തേക്ക് ഇനി പറക്കിയിടണം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും പറിക്കാറായിട്ടുണ്ട്. മൊത്തം 2-3 കുമ്പളങ്ങയുണ്ട്. ഒരു കുമ്പളങ്ങ ചെറിയമ്മ വന്നപ്പം ചെറിയമ്മയ്ക്ക് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലേക്കായിട്ട് അങ്ങനെ കുമ്പളങ്ങ പറിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ക്രിസ്മസിനാണ് വീട്ടിൽ പോവുള്ളൂ. അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഇനിയിപ്പോൾ ആ സമയം വരെയൊക്കെ നിൽക്കുമോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ തേങ്ങ പൊളിക്കുന്നുണ്ട്. ഒരു തേങ്ങ മാത്രം പൊളിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പം തേങ്ങ അരച്ചിട്ട് കറി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേമ്പ് അമ്മ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്ത്, അതായത് ഇവിടെ ചേമ്പ് വിത്ത് എന്ന് പറയും, നമ്മുടെ അങ്ങോട്ടൊക്കെ ചേമ്പ് കിഴങ്ങ് അങ്ങനെയൊക്കെ ആയിട്ടാ പറയാം. അപ്പോൾ ചേമ്പ് വിത്ത് അമ്മ പറിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2-3 കറിയൊക്കെ വയ്ക്കാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അതിൻ്റെ തള്ളാന്നോ അങ്ങനെ എന്താ പറയണേ, അതിൻ്റെ വലിയ വിത്ത് എടുത്തിട്ട് അമ്മ തള്ള വിത്തെന്നോ അങ്ങനെയൊക്കെ ആയിട്ടോ
പറയണം, എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ വലിയൊരു വിത്തുണ്ടല്ലോ, അതെടുത്തിട്ട് അമ്മ അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചെറിയ കിഴങ്ങുകളാണ്, വലിയ കിഴങ്ങല്ല, ചെറിയ ചെറിയ കിഴങ്ങുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതെല്ലാം എടുത്തിട്ട് അമ്മ അവിടെ പറിച്ച് മുറത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ചോറ് റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനിയിപ്പം അത് വേവേറി പോയാലോ എന്ന് വിചാരിച്ച് കുറേ നേരമായി നമ്മൾ വെച്ചിട്ട് നമ്മൾ എണീറ്റപ്പം അരി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കൈയെല്ലാം നല്ലപോലെ ഹാൻഡ് വാഷൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ച് കഴിയുന്നുണ്ട്. അപ്പം അവിടെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ തുണികൾ വെച്ചിട്ടുണ്ട്, തുണികളല്ല തോർത്തുകൾ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ഇനി തിളപ്പിച്ച് തിരുമ്മാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അതിനി പുഴുങ്ങിയിട്ട് അലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, ഒരു 2 ആഴ്ച കൂടുമ്പോൾ തോർത്തുമുണ്ടുകളെല്ലാം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പുഴുങ്ങും. അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ബാക്കിൽ വെള്ളത്തോർത്തുകളാണ് ഉള്ളതും, അത് അമ്മേൻ്റെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതെൻ്റെ വീട്ടിൽ ഈ റൈസ് കുക്കറില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ അടപ്പത്ത് തന്നെ വിറകടുപ്പിൽ തന്നെ ചോറൊക്കെ ഉണ്ടാക്കണേ. ഇവിടെ പിന്നെ വിറകടുപ്പ് നമ്മൾ അങ്ങനെ കത്തിക്കാറില്ല. എന്തെങ്കിലും വലിയ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ, വലിയ ഓണോ വിഷു അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ വിറകടുപ്പിൽ വയ്ക്കുക. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ കറണ്ടടുപ്പിൽ ചോറ് വെച്ചിട്ട് പിന്നെ ഗ്യാസിലും വെക്കാറില്ല കേട്ടോ. കറണ്ടടുപ്പിൽ ചോറ് ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 തല തിളച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിനകത്തേക്ക് മാറ്റും കേട്ടോ. ചിലവർ ഇതിനകത്തുനിന്ന് എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വച്ചിട്ട് അടുപ്പിൽ വെച്ച് ഗ്യാസിലോ അല്ല ഇൻഡക്ഷനിലോ ഏതിലാണോ വയ്ക്കുന്നത് അതിലൊന്ന് വെച്ച് തിളപ്പിച്ചെടുക്കും കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ എടുക്കാറില്ല, എനിക്ക് കറക്റ്റ് വേവിൽ തന്നെ കിട്ടാറുള്ളത്. കറക്റ്റ് ആ സമയം ഞാൻ കണക്കാക്കി അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വേവിക്കുക. അപ്പോൾ അമ്മ നമ്മൾ ചേമ്പ് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ചേമ്പും കിഴങ്ങെല്ലാം നല്ല മണ്ണുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. രാവിലെ ഉപ്പേരി വയ്ക്കാൻ നോക്കിയപ്പോഴാണ് കറിവേപ്പില തീർന്ന കാര്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലെല്ലാം ഒടിച്ചിട്ട് ഈ അരകിലിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ എല്ലാം ഊരിയെടുത്തത്. അപ്പോൾ അതിൻ്റെ ഊരിപ്പോൾ കുറച്ച് ഇലകളും അതുപോലെ കൊമ്പുകളെല്ലാം വേസ്റ്റ് പോലെ ഇങ്ങനെ താഴെ കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അടിച്ച് ഒതുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ അമ്മയ്ക്ക് മുറം കൊണ്ട് കൊടുക്കുമായിരുന്നു. കുറച്ച് മുരിങ്ങേൻ്റെ ഇല അമ്മ ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൊമ്പ് വെട്ടിയപ്പം അത് കൊമ്പ് ഇങ്ങനെ ഓവറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം ഒരു കൊമ്പ് ഇങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ, ഒരു ചെറിയ കൊമ്പ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുരിങ്ങേൻ്റെ ഇല ഉണ്ടായിരുന്നു, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഊരി വെച്ചത് ഇരിപ്പുണ്ട്, ഇനിയിപ്പോൾ അതിലേക്കൊന്ന് ഊരി വെക്കണം. അപ്പോൾ അമ്മ നമ്മുടെ ചേമ്പും കിഴങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ചീര ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ചീരയും പരിപ്പും കൂടെയും തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ പരിപ്പ് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ ചീര ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പരിപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കാട്ടി, അമ്മ പറഞ്ഞാൽ ചേമ്പും കിഴങ്ങ് എന്തായാലും ഉണ്ടല്ലോ. അപ്പം ചേമ്പും കിഴങ്ങും അതുപോലെ ഒരു ചിരങ്ങേൻ്റെ കഷ്ണം ഉണ്ട് കേട്ടോ, ചെറിയൊരു കഷ്ണം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ചിരങ്ങയുണ്ട്, പിന്നെ തക്കാളി ഉണ്ട്. അപ്പോൾ തക്കാളിയും ചിരങ്ങയും അതുപോലെ ചേമ്പും കിഴങ്ങും കൂടെ ഇതുപോലെ തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ നല്ല. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കണതാണ്, പക്ഷെ നല്ല രസമായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. ഇത് അമ്മയുടെ റെസിപ്പി കേട്ടോ, എൻ്റെ റെസിപ്പിയല്ല. ഇതൊക്കെ അമ്മയുടെ തട്ടിക്കൂട്ട് കറികളാണ്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പിന്നെ നമുക്ക് അധികം കറികൾ വേണ്ടല്ലോ, ഉച്ചക്കത്തേന് ഒരു നേരത്തേക്ക് മാത്രമാണല്ലോ നമുക്ക് ചോറ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കറി ഉണ്ടായാൽ മതി, പിന്നെ നമ്മൾ 3 പേരും മാത്രമല്ലേ ഉള്ളൂ, അപ്പം കുറച്ച് കറി ഉണ്ടായാൽ മതി. അങ്ങനെ ഞാൻ അതെല്ലാം വേവിക്കാൻ വെച്ചു കേട്ടോ. നമ്മുടെ ചേമ്പും കിഴങ്ങും ചിരങ്ങയും തക്കാളിയും ഇട്ടിട്ട് ഉപ്പും മുളക് പൊടിയും പിന്നെന്താ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും അമ്മയുടെ കുറേ മരുന്നുകളുണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ മരുന്നും പെട്ടിയാണ്. ഓരോ ട്രോയിലും ഓരോ മെഡിസിനാണ് ഇട്ട് വെച്ചേക്കണത്. ഷുഗറിൻ്റെ, പ്രഷറിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, കാൽസ്യത്തിൻ്റെ, മൈഗ്രീൻ്റെ. അമ്മയ്ക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, വേദനയുടെ, അങ്ങനെ എല്ലാ മെഡിസിനും കുറേ ആയിട്ടുണ്ട്. അപ്പം കുറേ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അമ്മയ്ക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് കറിക്ക് കഷ്ണം വേവണ സമയത്ത് ഞാൻ അവിടെ പോയിരുന്ന് അതെല്ലാം റെഡിയാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു, ഇനി അരപ്പ് കൂട്ടിയാൽ മതി. അരപ്പിനകത്ത് തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും കുറച്ച് ജീരകം കേട്ടോ, ഒരു പേരിന് ജീരകം കൂടെ ഇട്ടിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ അതൊക്കെ എന്നോട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. ഞാൻ അവിടെ അപ്പുറം അടുക്കളയിൽ നിൽക്കുന്നുണ്ട്.
അമ്മ അപ്പോഴത്തേനും അമ്മയുടെ ടവലെല്ലാം പുഴുങ്ങി തിളപ്പിച്ച് തിരുമ്പണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഉള്ള പുറപ്പാടിലാണ് കേട്ടോ. അടുപ്പെല്ലാം തീയൊക്കെ കത്തി പിടിപ്പിച്ചിട്ട് അടുപ്പിൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വയ്ക്കും കേട്ടോ. എപ്പോഴും അടുപ്പ് കത്തിക്കുമ്പോൾ അങ്ങനെയാണ്, കുടിക്കാനുള്ള വെള്ളം അവിടെ വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ അടുപ്പിലൊന്നും വച്ചിട്ടില്ലായിരുന്നെങ്കിൽ പുക ഇങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ആ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം കൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ തീയെല്ലാം കത്തി പിടിപ്പിച്ചിട്ട് അമ്മ അത് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചോറും കൂടി ഒന്ന് വാർത്തത് മുട്ട് നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല രസമാണ് ഈ തോർത്ത് ഇങ്ങനെ തിളപ്പിച്ച് തിരുമ്പണത്. ഭയങ്കരമായിട്ട് വൃത്തിയാവും കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു പരിപാടിയാണ് അതും. എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ തിളപ്പിച്ച് അങ്ങനെ തിരുമ്പലൊന്നുമില്ല. ഇവിടെ വന്നിട്ടാണ് എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയതാണ് അതൊക്കെ. നല്ല വൃത്തിയാണ്, നല്ലപോലെ അടിച്ച് നല്ലപോലെ തിരുമ്മി കഴിഞ്ഞിട്ട് ഉജാലയൊക്കെ മുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പുത്തൻ തോർത്ത് ഇരിക്കണ പോലെ ഇരിക്കും. ഇവിടെയൊക്കെ പിന്നെ എല്ലാവരും വെള്ളത്തോർത്താണ് കേട്ടോ ഉപയോഗിക്കുക. പിന്നെ ഇതോടെ മാത്രമാണ് ടർക്കി ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാനിനിയിപ്പം അലക്കാൻ പോവുകയാണേ. അപ്പോൾ എൻ്റെ തുണി ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണി എടുത്തിട്ട് അമ്മേൻ്റെ സാരി കഴുകാണ്. അമ്മയ്ക്ക് ഒരു 3-4 സാരി കഴുകാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻറ്റിന് പോയതും പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സാരികളുണ്ടായിരുന്നു. അമ്മ അങ്ങനെ 2-3 സാരിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരുമിച്ചിട്ട് കഴുകലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തുണി എടുത്തിട്ട് ഞാൻ അമ്മേൻ്റെ തുണി ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പം അമ്മ താഴെ, ഇനി പ്രത്യേകിച്ച് താഴെ പണിയില്ല, കറിയൊക്കെ ആയിട്ടുണ്ട്, ചോറും കറിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് താഴെ പണിയില്ല. താഴെ അമ്മ അടിച്ചു വാരി തുടച്ചോളാം എന്ന് പറഞ്ഞു എന്നോട്. മേലെ വന്നിട്ട് ഇവിടെ മേലെ അടിച്ചു വാരി തുടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അടിച്ചു വാരിയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ എന്തായാലും ഇന്നിപ്പോൾ ലേറ്റായിട്ടാണ് പോയത്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അപ്പം എന്തായാലും 2:30 ഒക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും എനിക്ക് അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞാൽ മതി. കുളി പിന്നെ രാവിലെ കഴിഞ്ഞത് കൊണ്ട് ആ പണി ഇല്ല. അതിൻ്റെ ഞാൻ നമ്മുടെ റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയാണ് കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ ബെഡ്ഷീറ്റും മാറ്റാറുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഇനിയിപ്പോൾ അടിച്ചു വാരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിന് അത് ചാർജില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫോൺ കുത്തിയിടുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാൻ വീഡിയോ കോൾ ചെയ്തു. എൻ്റെ വീട്ടിലെ എൻ്റെ ആങ്ങളയുടെ, അതായത് എൻ്റെ അപ്പച്ചിയുടെ മകൻ്റെ കുട്ടീൻ്റെ ചോറ് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് പോയേക്കാണ് അപ്പച്ചീൻ്റെ വീട്ടിലേക്ക്. ഭയങ്കര രസമാണ്. അവരെ ഞാൻ ഇങ്ങനെ മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം ഞാനിപ്പോൾ ഓൾറെഡി വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മേലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് വന്നപ്പോഴാണ് ഫ്രൂട്ട്സും വണ്ടി വന്നത്. ഇതെല്ലാം ഞായറാഴ്ചയും വരും കേട്ടോ ഇങ്ങോട്ടേക്ക്, ഫ്രൂട്ട്സും വണ്ടി വരാറുണ്ട്. അപ്പം അമ്മ കുറച്ച് ആപ്പിളും ഓറഞ്ചും പിന്നെ വത്തക്കയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയോ അയത്തേണ്ണോ ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വാങ്ങിക്കുകയോ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരികയില്ല. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേലെ ആയിരിക്കും. താഴെ അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വത്തക്ക കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പൊളിച്ചതാണ്. പക്ഷെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. വത്തക്ക ഭയങ്കര എന്താ പറയുക, വാടിയിരിക്കണ പോലെ ചെള്ളായിരുന്നു കേട്ടോ. ഒരു രസമുള്ള വത്തക്ക അല്ലായിരുന്നു. ആകെ തന്നെ വത്തക്ക പൊളിച്ചപ്പോൾ തന്നെ എനിക്ക് ചടച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും വാങ്ങിച്ച് പോയില്ലേ, ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ആ സമയം കൊണ്ട് താഴെ ഇവിടെ തുടയ്ക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. സാധാരണ ഈ സമയത്ത് ചോറാണ് ഉണ്ടല്, ജ്യൂസ് കൂടി അങ്ങനെ കുറച്ച് മുന്നേ, അതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കണ പോലെ അല്ല. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നല്ലപോലെ വിശന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതേട്ടൻ പറഞ്ഞ് എന്തായാലും ലേറ്റ് ആവും. ഞാൻ നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു എന്നാൽ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കാറില്ലല്ലോ, ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറില്ല. ഞാനും അയത്തേട്ടനും ഇപ്പോൾ കുറേ ആയിട്ട് ഉച്ചയ്ക്ക് അയത്തേട്ടൻ എപ്പോഴും മിക്ക ദിവസങ്ങളും ഉച്ചയ്ക്ക് ചോറിനാൻ വരും. പക്ഷെ അമ്മേനെ നമുക്കങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്ക് അയത്തേട്ടൻ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്ന അയത്തേട്ടൻ പിന്നെ വന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഇപ്പം 3:30 ആയിട്ടുണ്ട്. 3:30-3:45 ഈ ഒരു സമയമായിട്ടുണ്ട്.
ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതേണ്ട കടയിൽ നല്ല തിരക്കുണ്ട്. അപ്പം നമുക്കിങ്ങനെ നിർബന്ധിച്ച് വാന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാനും പറ്റില്ല. അപ്പോൾ നല്ല തിരക്കുണ്ട് കടയിൽ. അതുകൊണ്ട് ഞായറാഴ്ചയാണല്ലോ, പിന്നെ സ്റ്റാഫുകളൊക്കെ കുറവായിരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മളിന്ന് പയറുപ്പേരി ഉണ്ടാക്കി. അതുപോലെ നമ്മുടെ ചേമ്പും ചിരങ്ങയും തക്കാളിയൊക്കെ ഇട്ട് കറി, നല്ല കറിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം, ഞങ്ങൾക്ക് പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്. പിന്നെ അയിത്തേണ്ട് പിന്നെ മുട്ടയോ മീനോ അങ്ങനെ എന്തെങ്കിലും വേണം. മീനൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ടയൊക്കെ വെച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അയിത്തടം പോയി. പിന്നെ ഞാനും അമ്മയും കുറേ നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. കുറേ നേരമൊന്നും കിട്ടിയിട്ടില്ല, ഒരു കുറച്ച് നേരം വരെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി ഞാൻ പിന്നെ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മ ദേ ബിഗ് ബോസ് ഒക്കെ കാണുകയാണ് കേട്ടോ. ബിഗ് ബോസ് ഞാൻ പിന്നെ അങ്ങനെ ഇരുന്ന് കാണില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് നോക്കി നിൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ അപ്പോഴത്തേനും അയിത്താട്ടം വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തേന് നമ്മുടെ സ്ഥിരം ഗോതമ്പ് ദോശയ്ക്ക് ഞാൻ ഇന്ന് മറ്റേ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണേ, തക്കാളി ചട്നി. നമ്മുടെ അരിദോശയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ, അങ്ങനെ അതിൻ്റെ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണത്. നല്ല രസം. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി അയത്തേണ്ട അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞു അതുപോലത്തെ ചട്നി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞല്ലേ എന്ന് കരുതി ഞാൻ അങ്ങനെ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ മുട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുട്ട, പഞ്ചസാര, റവ, പിന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുട്ടയെല്ലാം പറക്കി ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുകയായിരുന്നു. പിന്നെ പഞ്ചസാര ഇങ്ങനെ തീരാറില്ല കേട്ടോ നമുക്ക്. എപ്പോഴും പഞ്ചസാര ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവാറാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം മറന്നുപോയി, ഞാനും വിട്ടുപോയി, അമ്മയും വിട്ടുപോയി. നമ്മുടെ വിചാരം പഞ്ചസാര ഇനി ഉണ്ട്, പൊട്ടിച്ചിടാനുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷെ തീർന്നു പോയായിരുന്നു. അങ്ങനെ പഞ്ചസാരയൊക്കെ പൊട്ടിച്ചിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചമ്മന്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ആയിട്ട് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ നല്ലപോലെ വാട്ടി വന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് മിക്സിക്കകത്ത് വെച്ചിട്ട് അരയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കടുക് താളിച്ചൊഴിക്കും. അങ്ങനെയാണ് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ സിനിമ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോണിനകത്ത്. എനിക്കിങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പഴയ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അത്ര വലിയ പഴയ സിനിമയല്ല, എന്നാലും എന്താ നമ്മുടെ മൈ ബോസ് ആണെന്ന് തോന്നുന്നു. അതെ മൈ ബോസ് ആണ് ആ ഫിലിമാണ് കേട്ടോ വെച്ചേക്കണത്. അതപ്പോൾ അതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇതേട്ടൻ വന്ന വഴി പിന്നെ അധികം ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിന്നില്ല, വേഗം കുളിക്കാൻ പോയി. കാരണം ഇനിയും ചമ്മന്തിയൊക്കെ അരയ്ക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ പോയിട്ട് വേഗം കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആകെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ചോറൂണക്കളുടെ വിശേഷങ്ങളും ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ അടുത്തുനിന്ന് പോകാം. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസിനല്ലാതെ ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല. കാരണം ഇനിയിപ്പം വൃശ്ചിക മാസമായില്ല. അതിന് എന്തായാലും ഇനിയിപ്പോൾ ഈ വർഷം മാല ഇടുന്നുണ്ട്, അതിനൊരു പ്ലാനിങ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഓണം, വിഷു, ക്രിസ്മസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോൾ മാത്രമായിട്ട് പോകുള്ളൂ. എത്ര ലോങ് ആണല്ലോ. പിന്നെ എനിക്കിങ്ങനെ മിസ് ചെയ്യാറില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ മാത്രമാണ് എനിക്കിങ്ങനെ മിസ് ചെയ്യുക. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെയും അപ്പോഴൊക്കെ തോന്നും ഇത്രയും ദൂരത്തേക്ക് കല്യാണം കഴിഞ്ഞ് വരണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നല്ലൊരു ലൈഫ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു പ്രശ്നം ഇല്ല, ഇന്ന് വരെ ഇല്ല. ഇത്ര ലോങ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറുതായിട്ട് അവർ മിസ് ചെയ്യും. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. അയിത്തേട്ടൻ പിന്നെ അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൂന് കറക്റ്റ് ഈ സമയമാകുമ്പോൾ അവൾക്ക് അറിയാൻ പറ്റും. കൂടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കര തകി വെക്കലാണ് കേട്ടോ. നമ്മൾ ആ പാത്രം എടുക്കുമ്പോൾ അവൾക്ക് എങ്ങനെയോ അറിയാം. അത് ഞങ്ങൾ എപ്പോഴും പറയും, എങ്ങനെയാണ് അവളത് മനസ്സിലാക്കണം, അവൾക്കുള്ള ഫുഡ് എടുക്കണേന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കണേന്ന് തോന്നും കേട്ടോ. ഭയങ്കരമായിട്ട് കുറയ്ക്കും. ആ സമയത്തൊരു പ്രത്യേക ഒരു വെപ്രാളായിരിക്കും അവൾക്ക്. അങ്ങനെ ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് തേത്തേട്ടൻ ഇനി പുള്ളിക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ നിന്നിട്ട് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ അപ്പുറത്തെ
അടുക്കളയിലത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ പാത്രങ്ങളെല്ലാം ഈ അടുക്കളയിലും പിന്നെ അല്ലാത്ത ചെറിയ ചെറിയ പാത്രങ്ങളെല്ലാം നമ്മുടെ മെയിനായിട്ടുള്ള അടുക്കളയിൽ അങ്ങനെയാണ് കേട്ടോ കഴുകുക. പിന്നെ അതേ മേശപ്പുറമൊക്കെ തുടച്ചിടുന്നുണ്ട് കേട്ടോ നല്ലപോലെ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറയണ വേറൊന്നല്ല, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ടോപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ പിറന്നാളിന് അമ്മ വാങ്ങിച്ചു തന്നതാണ്. അപ്പം ഞാൻ അമ്മയോട് പറയാതെ അമ്മ ഈ വർഷം ആവാറായി, ഇതൊരു വർഷമായി എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വൃശ്ചികം 1-നാണ് എൻ്റെ പിറന്നാൾ. അപ്പം അമ്മയ്ക്ക് കറക്റ്റ് ഭയങ്കര ഓർമ്മയാണ്. അമ്മ പറഞ്ഞു വൃശ്ചികം 1-നല്ലേ, നമ്മുടെ സ്വന്തം മക്കളുടെ പോലും അമ്മ ഓർത്തിരിക്കില്ല. ഇനിയിപ്പോൾ ആ ഒരു ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ അമ്മ അങ്ങനെ ഓർക്കണത്. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് ഞാൻ മേലേക്ക് പോവുകയാണ്. അമ്മയും അങ്ങനെ അമ്മയുടെ റൂമിലേക്ക് പോയി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അടിച്ചുവാരി തുടയ്ക്കാൻ നേരത്ത് ഞാൻ എല്ലാം കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് അതുപോലെ ഡോറൊക്കെ തുറന്നിട്ടതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അടയ്ക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് വൃശ്ചിക മാസത്തിൻ്റെ ആ മുക്കിപ്പൊക്കലിന് എല്ലാം വേണ്ടിയിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. പെട്ടിയും അതുപോലെ ബ്ലാങ്കറ്റൊക്കെ. ഇനി അപ്പോൾ അതെല്ലാം നമുക്കിനി റാക്കിൻ്റെ മേലേക്ക് കയറ്റണം. അങ്ങനെ ഇനിയിപ്പോൾ ചിക്കുവിൻ്റെ റൂമും എല്ലാം ഞാൻ തുറന്നിട്ടേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻറ്റിന് കൊടുത്ത സാരിയൊക്കെ ഇനിയിപ്പം ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. ജസ്റ്റ് ആ വേർപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ എൻ്റെ റൂമിൽ. ഓൻ്റെ റൂം പിന്നെ എന്തെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലായിടും അടച്ചു, ജനലും വാതിലെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കിനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.